തെരഞ്ഞെടുപ്പ് പോർക്കളത്തെ ഇളക്കി മറിച്ച് പാലക്കാട് CPIM BJP ഡീലെന്ന ആരോപണം. VD സതീശന്റെ ആരോപണം അസംബന്ധമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സതീശൻ നുണയുടെ നൊബേൽ വാങ്ങാൻ നിൽക്കുന്നയാളെന്ന് ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ഏറ്റവും വലിയ നുണയൻ ഗോവിന്ദൻ എന്ന് VD സതീശൻ തിരിച്ചടിച്ചു. സതീശന്റെ ഡീൽ ആരോപണം ഏറ്റുപിടിക്കാൻ പക്ഷേ സണ്ണി ജോസഫ് കൂട്ടാക്കിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും 3ാം സ്ഥാനത്തായിരുന്ന LDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിയതോടെയാണ് പാലക്കാടേത് അഭിമാന പോരാട്ടമായി നിർത്തിയത്. തദ്ദേശ കണക്ക് പ്രകാരം 1ാം സ്ഥാനത്തുള്ള UDF-ഉം 2ാം സ്ഥാനത്തുള്ള LDF-ഉം തമ്മിലുള്ള വോട്ട് വ്യത്യാസം 6000 വോട്ടിലേക്ക് ചുരുങ്ങിയതോടെ ഇടത് ക്യാമ്പ് കളത്തിലിറക്കിയത് പ്രമുഖ ഹോട്ടൽ വ്യവസായി NMR റസാക്കിനെയാണ്. രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തയാളെ സ്ഥാനാർത്ഥിയാക്കി BJPക്ക് ജയിക്കാനായി CPIM ഡീൽ ഉണ്ടാക്കിയെന്ന ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. സിനിമാ താരമായ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെയായിരുന്നു ഈ ഡീൽ ആരോപണം. ഇതിനോട് പ്രതികരിക്കുമ്പോഴാണ് MV ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചത്. നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും തള്ളിക്കളി അസംബന്ധമാണെന്ന്. എന്നാൽ നുണയുടെ നൊബേൽ സമ്മാനത്തിന് അർഹൻ MV ഗോവിന്ദനാണെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. വീണ ജോർജിന് കരിങ്കൊടി പ്രതിഷേധത്തിനിടെ പരിക്കേറ്റു എന്ന വാദം ഉയർത്തിയായിരുന്നു പ്രത്യാക്രമണം. വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്തു പിടിച്ച് കേസുകാരി തിരിച്ചു, കൈ പിടിച്ചു വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആളാണ് MV ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ്. ഈ സാധനമാണ് നോബൽ സമ്മാനത്തിന് അയക്കേണ്ടത്. ഈ പ്രൈസ്, ഈ കഴുത്ത് പിടിച്ച് ധരിച്ച സാധനം അദ്ദേഹത്തിന് കിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടില്ല. CPIM BJP ഡീൽ പൊളിഞ്ഞ് പാളീസാകുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. PM ശ്രീ ED അന്വേഷണം, ലാവ്ലിൻ കേസ് എന്നീ വിഷയങ്ങളിലെല്ലാം കണ്ട ഡീൽ പുതിയ കഥയല്ലെന്നും KC ആരോപിച്ചു. CPIM BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളത്തിൽ. PMCയിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു പ്രാവത്ത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടിവെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. ആ CPIM BJP ഡീലും ഈ തെരഞ്ഞെടുപ്പിൽ ഒളിഞ്ഞു പാളീസാകും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഡീൽ ആരോപണത്തോട് പ്രതികരിക്കാൻ KPCC പ്രസിഡന്റ് തയ്യാറായില്ല. ഡീലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 10 സീറ്റുകൾ ഏതൊക്കെയെന്ന ചോദ്യമാണ് സണ്ണി ജോസഫിനെ വെട്ടിലാക്കിയത്. പാലക്കാട് പരാജയ ഭീതിയുള്ളതിനാലാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. BJP പാലക്കാട് വിജയിച്ചു കഴിഞ്ഞു. വികസനമാണ് NDA ചർച്ച ചെയ്യുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇവിടെ ഇപ്പൊ തന്നെ BJP ജയിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ഈ വിവാദം ഉണ്ടാക്കിയത്. അപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്. 47 വർഷക്കാലം പാലക്കാടിൽ നിന്ന് കോൺഗ്രസിന് MLA ഉണ്ടായിട്ട് എന്ത് വികസനം ഈ നാട്ടിലേക്ക് കൊടുത്തു? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. UDF ജനങ്ങളുമായാണ് ഡീലെന്നും ഇടത് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും രമേശ് പിഷാരടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നമുക്ക് ജനങ്ങളുമായിട്ടാണ് ഡീലെന്നുള്ളത്. ബാക്കി നമ്മൾ പറഞ്ഞ ഡീലുകളൊക്കെ നമ്മളങ്ങനെ ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥകളൊന്നുമില്ല. ജനങ്ങൾക്കറിയാലോ ഇത് ആർക്കാണ് ഭീതിയുള്ളത്, ആരാണ് പറയുന്നത് എന്നൊക്കെ ഉള്ളത് ജനങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ എല്ലാം. കാലങ്ങളായി തെരഞ്ഞെടുപ്പ് കാലത്ത് LDF ഉന്നയിക്കുന്ന കോലീബി ആരോപണത്തിന് ഒരു ചുവട് മുന്നേ ഡീലാരോപണം ഉയർത്തുകയാണ് കോൺഗ്രസ് ചെയ്തത്. BJPക്ക് കരുത്തുറ്റ വോട്ടടിത്തറയും സ്ഥാനാർത്ഥിയുമുള്ള മണ്ഡലം ഉയർത്തിയാണ് കോൺഗ്രസിന്റെ ഈ ആരോപണം. അതുകൊണ്ട് തന്നെ ഇതിനെ കടുത്ത വാക്കുകളിൽ പ്രതിരോധിക്കുകയാണ് LDF. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.